എമിലിയാനോ സല. നമസ്കാരം, എവർക്കും ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരും വളരെ വിഷമത്തോടെ ഓർക്കുന്ന ഒരു പേരാണ്, അല്ലെങ്കിൽ ആ ഒരു മുഖമാണ് എമിലിയാനോ സല എന്ന് പറയുന്ന ഈ ഒരു 28-കാരൻ്റേത്. അർജൻറ്റീനയിൽ ജനിച്ച ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം മാത്രമാണ് എമിലിയാനോ സല എന്ന് പറയുന്ന മുഖത്തെ നമ്മൾ ഒരുപാട് സുപരിചിതമായിട്ട് അറിയാനായിട്ട് തുടങ്ങിയത്. ഇപ്പോഴും അദ്ദേഹം മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് ഇതുവരെയും ആർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയും നമ്മുടെ ശാസ്ത്രം വളർന്നിട്ടും, അതായത് ലോകത്തിൽ ഇത്രയധികം ശാസ്ത്രങ്ങൾ വളർന്നിട്ടും ആ ഒരു റിപ്പോർട്ട് ഇപ്പോഴും ഫൈനലൈസ് ചെയ്യാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു നിലയിലുള്ളൊരു ഫുട്ബോളറിനെ നമുക്കിപ്പോഴും അദ്ദേഹം മരിച്ചു എന്ന് ഒരു ഓൺലൈൻ മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നില്ല. അദ്ദേഹം ഡിസപ്പിയേർഡ്, അദ്ദേഹത്തെ കാണാതായി എന്നാണ് ഓരോ സാമൂഹ്യ മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം അവസാനമായിട്ട് ഒരുപാട് സന്ദേശങ്ങൾ അവരുടെ സുഹൃത്തുക്കൾക്ക് അയച്ചിരുന്നു. അദ്ദേഹം വളരെ നെർവസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ സന്ദേശത്തിലൂടെ പറയുന്നുണ്ടായിരുന്നു. അഡ്ജസൻ വാട്ടർ ഓഫ് അൽഡർ നിഗ്വർനസി എന്ന് പറയുന്ന ഒരു തീരത്താണ് അദ്ദേഹത്തിൻ്റെ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കണ്ടെടുത്തത്. വളരെ നിരാശപ്പെടുത്തുന്ന ഒരു ന്യൂസാണ് ലോകത്തിന് അവിടെ ലഭിച്ചത്. ഇതിനു മുമ്പ് ഇവരുടെ ഈ തിരച്ചിൽ സംഘം നടത്തിയ ഒരു തിരച്ചിലിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല എന്നുള്ളത് കാരണം ആ തിരച്ചിൽ നിർത്തിവെക്കുകയുണ്ടായിരുന്നത്. പിന്നെ കാൻഡെ എന്ന് പറയുന്ന ഫുട്ബോളറിൻ്റെ ഒരു പ്രഷർ, അദ്ദേഹം എന്ത് ചിലവ് വരികയാണെങ്കിലും താൻ ഏറ്റെടുക്കാം, അതിൻ്റെ പൈസയെല്ലാം ഞാൻ ഏറ്റെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഗവൺമെൻറ്റിന് കുറച്ചുകൂടെ ഒരു പ്രഷർ ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ അവസാനമായിട്ട് അവർ ആ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കണ്ടെടുത്തു. അങ്ങനെ അവർ അദ്ദേഹത്തെ മരിച്ചു എന്ന് പറയുന്നില്ല എങ്കിൽ കൂടി ഇനി നമുക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു വിവരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് അവർ എത്തി എന്നുള്ളതാണ്. പക്ഷേ ഇന്നും ലോകത്തിലെല്ലാ ഫുട്ബോളേഴ്സും അല്ലെങ്കിൽ എല്ലാ ആരാധകരും ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ളൊരു ചെറിയ രീതിയിലുള്ളൊരു പ്രതീക്ഷയിൽ, എവിടെയെങ്കിലും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടാകുമെന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷയിൽ ലോകത്തുള്ള എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. 28 വയസ്സ് മാത്രമാണ് എമിലിയാനോ സലയുടെ പ്രായം. അദ്ദേഹം അവസാനമായിട്ട് കാർഡിഫ് സിറ്റി എന്ന് പറയുന്ന ഒരു ക്ലബ്ബുമായിട്ട് കരാറിലെത്തി. അതിനുശേഷമാണ് അദ്ദേഹം വിമാനത്തിലേക്ക് കയറി അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കുന്നത്. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത്. എമിലിയാനോ സലയുടെ ഒരു ചരിത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള എല്ലാ ജനതയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും നമ്മുടെ ശാസ്ത്രമൊന്നും നല്ല രീതിയിൽ വളർന്നിട്ടില്ല എന്നുള്ള ഉദാഹരണമാണ് ഇദ്ദേഹത്തിൻ്റെ തിരോധാനം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കാണാതായിരിക്കുന്ന ഈ ഒരു സംഭവം. അദ്ദേഹത്തെ കാർഡിഫ് സിറ്റി തിരഞ്ഞെടുക്കാനുള്ള കാരണം, അദ്ദേഹം മുൻപ് കളിച്ച നാൻറ്റസ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി അദ്ദേഹം 42 ഗോളുകളാണ് നേടിയിരിക്കുന്നത്. 42 ഗോളുകൾ നേടി. അതായത് അദ്ദേഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഒരു പ്രൊഫഷണൽ ഫുട്ബോളറാണല്ലോ. ലോകം ശ്രദ്ധിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ലോകം ശ്രദ്ധിച്ചു തുടങ്ങി. 42 ഗോളുകൾ അടിച്ചു. അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു അദ്ദേഹം കടന്നു പോയിരുന്നത്. പക്ഷേ കാലം അദ്ദേഹത്തെ തിരികെ വിളിച്ചു എന്നുള്ളതാണ് ഒരു സത്യം. ഒരു ഗോൾ പോലും കാർഡിഫ് സിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു മാച്ച് പോലും കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കാതെ അദ്ദേഹം വേർവിട്ടു പോയി. ഇന്ന് ലോകത്തുള്ള എല്ലാ ഫുട്ബോളേഴ്സിനെ പോലെയും സല ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് തന്നെയാണ് വളർന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ സലയെ കൂടാതെ അദ്ദേഹത്തിന് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചുരുങ്ങിയ പ്രായത്തിനിടയിൽ അദ്ദേഹം ഒരുപാട് ക്ലബ്ബുകളിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവസാനമായി കളിച്ച എല്ലാ ക്ലബ്ബുകളിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കളി മികവ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ഗോളുകൾ, ഒരുപാട് നല്ല രീതിയിലുള്ള ഒരു ബിഹേവിയൻസ്, എല്ലാ കോച്ചേഴ്സിനെയുമായിട്ടുള്ള പെരുമാറ്റം, ആരാധകരുമായിട്ടുള്ള ആ ഒരു ടച്ച്, എല്ലാ കാര്യത്തിലും സലയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്രയും നല്ലൊരു ക്യാരക്ടറായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ വളരെ പേടിയായിരുന്നു. പല കാര്യങ്ങളോടും പല രീതിയിലും ഭയത്തോടു കൂടിയാണ് അദ്ദേഹം അപ്രോച്ച് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു സംഭവം അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജിലൂടെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം 2019 ഈ ഒരു വിമാനത്തിലൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനമായിട്ട് അവരുടെ സുഹൃത്തുക്കൾക്കാണ് ആദ്യം മെസ്സേജ് അയച്ചത്. അദ്ദേഹം പറയുന്നു, എനിക്ക് പേടിയാവുന്നു, ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ വിമാനം വീഴാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. അതായത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. വിമാനം വീഴാനായിട്ട് പോകുന്നു. അത് വാട്സപ്പിലൂടെ അദ്ദേഹം സന്ദേശം സുഹൃത്തുക്കൾക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയോ നിഗൂഢതകൾ വീണ്ടും ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ഒരു മോഡലാണ്. ആ സ്ത്രീ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, തീർച്ചയായിട്ടും ഈ ഒരു മരണം അപ്രതീക്ഷിത മരണമല്ല എന്ന് അവർ പറയുന്നു. കാരണം ഇതിൽ എന്തൊക്കെയോ കൈയുണ്ട്, ആരുടെയൊക്കെ കറുത്ത കൈകളുണ്ട് എന്നൊക്കെയാണ് അവരുടെ വാദം. ഇതെല്ലാം ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. ലോകത്തിലെ എല്ലാവരും ഇതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതിനിടയ്ക്ക് അവസാനമായി അദ്ദേഹത്തിൻ്റെ ക്ലബ്ബിൽ കളിച്ച ഓരോ താരങ്ങളും അദ്ദേഹത്തെ വളരെ വിഷമത്തോടു കൂടി അപ്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവസാനം സലയുടെ ഇപ്പോഴും നമുക്ക് ഓരോ ട്രോളുകളും ഓരോ പോസ്റ്റുകളും എല്ലാ പോസ്റ്റുകളിലും ഇപ്പോഴും സല തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷകൾ നൽകുന്ന ഓരോ പോസ്റ്റുകൾ നമുക്ക് ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാം. ഇപ്പോഴും ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടതോടുകൂടി ആ തിരച്ചിൽ പാടെ നിർത്തിവെച്ചു എന്നുള്ളതാണ്. അതൊരു എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ബ്ലാക്ക് മാർക്ക് തന്നെയാണത് തീർച്ചയായിട്ടും. അപ്പോൾ എന്തായിരിക്കും ഇനി സലയുടെ കാര്യങ്ങൾ? ഇനി നമുക്ക് 100 വർഷം കഴിഞ്ഞാലും സലയുടെ ഒരു ഓർമ്മ മറക്കില്ല എന്നുള്ളതാണ്. അദ്ദേഹം 100 വർഷവും മരിക്കാതെ തന്നെ ഇപ്പോഴും കാണാനില്ല എന്നുള്ള ആ ഒരു പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. സല തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരും കാത്തിരിക്കുന്നു. ഞാനും കാത്തിരിക്കുന്നു, നിങ്ങളും കാത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ന്യൂസുമായി മറ്റൊരുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ.